ഒരാളോ രണ്ടാളോ വയസ്സായിട്ട് മാതാപിതാക്കൾ തന്റെ കയ്യിൽ ലഭിച്ചിട്ട് സ്വർഗപ്രവേശനം സാധ്യമാകാത്തവൻ, വിശ്വാസികളെ എന്ത് നന്മകൾ ചെയ്തിട്ടും കാര്യമില്ല, റഹ്മാനായ റബ്ബിന്റെ തൃപ്തി ലഭിക്കൂല. എത്ര ഗൗരവമുള്ളൊരു വാക്കാണിത്. മാതാപിതാക്കളുടെ കാര്യത്തിൽ മനസ്സ് വെക്കാത്തവൻ, മാതാപിതാക്കൾ അവഗണിക്കുന്നവൻ. എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ടതും ശുശ്രൂഷിക്കേണ്ടതും പരിചരിക്കേണ്ടതും പരിഗണിക്കേണ്ടതുമെന്നോ? ഇൻദൽ കിബർ, ആരോഗ്യമുള്ള സമയത്ത് മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ചോരനീരാക്കി അധ്വാനിച്ചു. വാർദ്ധക്യത്തിന്റെ അവസ്ഥയിൽ മുക്കും മൂലയിൽ കൊക്കിക്കൊരച്ച് പ്രിയപ്പെട്ടവരെ ഭക്ഷണത്തോട് താല്പര്യമില്ല, ഒന്നിനോടും താല്പര്യമില്ല, ആരോടും താല്പര്യമില്ല. ജീവശവം പോലെ വീടിന്റെ മൂലയിൽ ഇരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ സ്നേഹം നൽകാൻ, പരിഗണന നൽകാൻ, കൂട്ടിപ്പിടിക്കാൻ, ചേർത്തു പിടിക്കാൻ, സ്നേഹം നൽകാൻ ഒരുക്കമാണോ മക്കളെ ഞാനും നിങ്ങളുമെങ്കിൽ റഹ്മാനായ റബ്ബിന്റെ തൗഫീഖ് നമുക്കുണ്ടാകും. ആരാണ് പ്രവാചകരെ? റസൂലുള്ളാഹി ചോദിക്കുന്നു, വാപ്പയും ഉമ്മയും ആരാണ് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചപ്പോ ഹബീബായ പ്രവാചകൻ പറഞ്ഞു, മാതാപിതാക്കൾ നിന്റെ സ്വർഗമാണ്, നരകമാണ്. നിന്റെ സ്വർഗപ്രവേശനം തീരുമാനിക്കുന്നതിൽ നിന്റെ മാതാപിതാക്കളോടുള്ള സമീപനം ഏറ്റവും പ്രധാനമാണ്. പറഞ്ഞു വന്ന എന്താണെന്ന് പ്രിയപ്പെട്ടവരെ, തിരക്കിനിടയിൽ ശ്രദ്ധിക്കപ്പെടാത്ത ചില വിഷയങ്ങളിൽ ഗൗരവം കാണിക്കണം. ഏറ്റവും കൂടുതൽ കടപ്പാട് റബ്ബിനോടാണ്, സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചറപ്പിനോടാണ് എനിക്കും നിങ്ങൾക്കും ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത്. വഖളാ റബ്ബുക അല്ലാ തഅബ്ദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. ഏറ്റവും കടപ്പാട് സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചറപ്പിനോട് തന്നെയാണ്. അവനോടാണ് നമുക്ക് കടപ്പാടുകൾ ഏറ്റവും പ്രധാനം. എന്താ? തൗഹീദാണ്. ശിർക്കില്ലാത്തവനാണോ ഞാനും നിങ്ങളുമെങ്കിൽ, ആരാധനകളുടെ സകല അംശങ്ങളും സൃഷ്ടിച്ച റബ്ബിന് മാത്രം സമർപ്പിക്കുന്നവനാണോ ഞാനും നിങ്ങളുമെങ്കിൽ, അൽഹംദുലില്ലാഹ് ആ കാര്യത്തിൽ ഈ സംസാരം കേൾക്കുന്നവരിൽ ഒട്ടുമിക്ക ആളുകളും കൃത്യതയിലേക്ക് വന്നവരാണ്. ഈ മനസ്സോടെ ജീവിച്ചു മരിച്ചു പോകാൻ അല്ലാഹു നമ്മെ തുണക്കുമാറാകട്ടെ. രണ്ടാമത്, ആരോടൊക്കെ ബാധ്യതകളുണ്ടോ കടപ്പാടുകളുണ്ടോ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. കുടുംബം പ്രശ്നമാണ്, കുടുംബബന്ധം പ്രശ്നമാണ്, രക്തബന്ധം പ്രശ്നമാണ്. കുടുംബബന്ധത്തിൽ ശ്രദ്ധിക്കുന്നില്ല ഒരു സഹോദരൻ, തന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഒരു അവൻ ഇടപെടുന്നില്ലെങ്കിൽ, സുഹൃത്തേ, ഹബീബായ പ്രവാചകൻ പറയുന്നു, സ്വർഗം ലഭിക്കൂല. ഇത്രമാത്രം കനപ്പെട്ടൊരു വാക്കാണല്ല യദ്ഖുലുൽ ജന്ന. ഈ ഹദീസൊക്കെ നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിട്ടോ? കണ്ട ചൊറുക്കിന് സ്വർഗം ലഭിക്കുമെന്ന് ആരും വിചാരിക്കണ്ട. സുഹൃത്തേ, സ്വർഗപ്രവേശനത്തിന് അല്പം ശ്രമകരമാണ്. എല്ലാരെയും സ്വർഗത്തിലേക്ക് അല്ലാഹു പ്രവേശിപ്പിക്കൂല. അതിന് യോഗ്യതയും അതിന് കൃത്യതയിലേക്ക് വന്നവനെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ. റസൂലുള്ളാഹി പറയലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കൂല ഖാതിഉ റഹിമിൻ, കുടുംബബന്ധം വിച്ഛേദിക്കുന്നവൻ. ഈ ഖുത്ബ കേൾക്കുന്നവർ ആരെങ്കിലും, ഈ സംസാരം കേൾക്കുന്നവരിൽ ഓരോരുത്തരും വിലയിരുത്തിക്കോ, വല്ലവരോട് കുടുംബബന്ധം വിച്ഛേദിച്ചവർ ഈ കൂട്ടത്തിലുണ്ടോ? അകന്നു നിൽക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടോ? കണ്ടാൽ മിണ്ടാത്തവർ ഈ കൂട്ടത്തിലുണ്ടോ? ഇതുവരെയും കൊലേ കാലങ്ങളായി ആ വീട്ടിലേക്ക് പ്രവേശിക്കാത്തവർ ഈ കൂട്ടത്തിലുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗപ്രവേശനം കൊതിക്കുന്നുവെങ്കിൽ, സൃഷ്ടിച്ച റബ്ബിന്റെ തൃപ്തി കിട്ടിയ ലോകത്തോട് യാത്ര പറയണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, കുടുംബബന്ധം എത്ര വഷളായിട്ടുണ്ടെങ്കിലും എത്രയും വേഗത്തിൽ അത് വിളക്കി ചേർക്കണം. വിശദമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത്. ഈ സദസ്സിൽ കുടുംബബന്ധം മുറിച്ചവൻ ഒരാൾ ഉണ്ടെങ്കിൽ, ഈ പള്ളിയിൽ കുടുംബബന്ധം മുറിച്ചു വന്നിരിക്കുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ, മലക്കളി സദസ്സ് കറങ്ങൂല. അത്ര ഗൗരവമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഒരാളങ്ങോട്ട് വിളിച്ചു, ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടു. എന്താണ് പ്രിയപ്പെട്ടവരെ? പ്രവാചകൻ തിരുമേനിയുടെ വഹിയാണത്. കുടുംബബന്ധം മുറിച്ച് പ്രവാചകന്റെ സദസ്സിൽ വന്നിരുന്നൊരു സുഹൃത്തിനെ അടുത്ത് വിളിച്ച് നബി പറഞ്ഞു, സ്വകാര്യം പറഞ്ഞു, സദസ്സിനെ ബോധ്യപ്പെടുത്തിയതല്ല, നീ ആ ബന്ധം വിച്ഛേദിച്ചില്ലേ, അതൊന്ന് ഇണക്കി ചേർത്തി വാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ ഇടയിൽ നിന്ന് ആ സഹാബി എണീറ്റ് പോകും. സഹാബത്ത് ചോദിച്ചു, എന്താ നബി അത്? അള്ളാഹിന്റെ റഹ്മത്തിന്റെ മലക്കൾ ആ സുഹൃത്ത് ഈ സദസ്സിലുള്ളത് കൊണ്ട് വരാൻ മടി കാണിച്ചു. വഹിയാണത് പ്രിയപ്പെട്ടവരെ. എത്ര ഗൗരവമാണത്! അർഹാം എന്നത് എത്ര ഗൗരവമായ വിഷയമാണ്. ഞാൻ ഓതി കേൾപ്പിച്ചില്ലേ ആയത്ത്, യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാആ വത്തഖുല്ലാഹ്. അല്ലാഹുവിനെ കൂട്ടരെ നിങ്ങൾ സൂക്ഷിക്കണേ. വത്തഖുല്ലാഹ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വല്ലർഹാം, രക്തബന്ധങ്ങളെയും കുടുംബബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം. വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വല്ലർഹാം. അർഹാം, റഹിം വല്ലാത്തൊരു വാക്കാണ്. കുടുംബബന്ധത്തിന്റെ കാര്യത്തിൽ A to Z ഇടപെടണം. അതാണ് ഇസ്ലാമിന്റെ ചരിത്രം.
സഹാബത്ത് അങ്ങനെയായിരുന്നു, പ്രവാചകന്മാർ അങ്ങനെയായിരുന്നു. കുടുംബത്തിന്റെ കാര്യത്തിൽ അത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു പ്രവാചകന്മാർ. ഇബ്രാഹിം നബി വാപ്പാന്റെ കാര്യത്തിൽ ഇടപെട്ടില്ലേ? സ്വന്തങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടില്ലേ? മക്കൾക്ക് വേണ്ടി ആ മഹാനുഭവൻ ദുആ ചെയ്തില്ലേ? റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയ്യതി റബ്ബനാ വതഖബ്ബൽ ദുആ റബ്ബി ജഅൽനി റബ്ബി ഇഗ്ഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. ഇബ്രാഹിം നബി കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബാപ്പാനോട് തൗഹീദിന്റെ കാര്യം വെട്ടിത്തുറന്ന് പറയുകയാണ്. കുടുംബത്തിന്റെ കാര്യത്തിൽ നമ്മൾ സ്വർഗത്ത് പോകാൻ ആഗ്രഹിക്കുന്നതോടുകൂടി തന്നെ സ്വന്തം കുടുംബത്തിന്റെ കാര്യത്തിൽ നല്ല ഉണരണം. നിസ്കരിക്കാത്ത കുടുംബാംഗങ്ങളിലുണ്ടെങ്കിൽ, വീട്ടിലുണ്ടെങ്കിൽ, എളാപ്പമാരുണ്ടെങ്കിൽ, മൂത്താപ്പമാരിലുണ്ടെങ്കിൽ, സുഹൃത്തുക്കളെ കുടുംബ ബന്ധങ്ങളുണ്ടെങ്കിൽ ഇടപെടണം. എന്തേ കാരണം? നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്വർഗത്തിൽ അവരും പോകണം, നമുക്ക് ആഗ്രഹം ഉണ്ടാകണം. അതല്ലേ പ്രവാചകൻ തിരുമേനിയോട് ഒരായത്ത് റസൂലുള്ളാഹി അല്ലാഹു ഇറക്കി കൊടുക്കുന്നു. നബിയെ, കുടുംബങ്ങളിലുള്ളവർക്ക് ഒരു താക്കീത് നൽകണം. നബിക്കിറക്കി കിട്ടിയപ്പോ മഹാനായ പ്രവാചകൻ കുടുംബങ്ങൾ ഓരോരുത്തരെയും വിളിക്കുകയാണ്. ആയത്തിന് ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. കുടുംബങ്ങളിൽപ്പെട്ട ചില ആളുകൾക്ക് നബി കുടുംബത്തിൽപ്പെട്ട വല്ല ചുളുവിൽ സ്വർഗത്ത് പോകാൻ ധരിച്ചു വെച്ച ആളുകൾ ഉണ്ടായിരുന്നു. ശൈത്താൻ അങ്ങനെ പോലെ മനസ്സിൽ ചിന്തിട്ട് കൊടുക്കുകയും ചെയ്തിരിക്കും. അപ്പൊ അതാരണ നബി കുടുംബത്തിൽ പെട്ടു എന്നുകൊണ്ട് സ്വർഗം കിട്ടൂല എന്നൊരു വ്യക്തമാക്കി കൊടുക്കാൻ റഹ്മാനായ ഒരു ആയത്തിറക്കി കൊടുക്കും. ഈ ആയത്ത് റസൂലുള്ളാഹിക്ക് ഇറങ്ങി കിട്ടിയപ്പോ എല്ലാ കുടുംബങ്ങളെയും പ്രവാചകൻ എടുത്തു വിളിക്കുന്നു, ഭാര്യമാരെ എടുത്തു വിളിക്കുന്നു. ഓരോരുത്തരോടായി റസൂലുള്ളാഹി പറഞ്ഞു, റഹ്മാനായ റബ്ബിന്റെ അരികിൽ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ എന്നാൽ സാധ്യമല്ല. നിങ്ങളുടെ ശരീരത്തെ നരകാഗ്നി രക്ഷപ്പെടുത്തുന്ന കാര്യം ശ്രദ്ധിക്കണേ. തോളൊഴിഞ്ഞ് സംസാരിക്കാൻ. മോളെ ഫാത്തിമ, നീ എന്റെ കരളിന്റെ കഷ്ണമാണ്. യാ ബിന്തി മുഹമ്മദ്, യാ ഫാത്തിമ ബിന്തി മുഹമ്മദ് അന്തികി തഅതുകബദി. മോളെ ഫാത്തിമ, നീ എന്റെ കരളിന്റെ കഷ്ണമാണ്. ഉപ്പാനോട് പൈസ വേണോ മോളെ, നീ ചോദിച്ചോ. നരകാഗ്നി രക്ഷപ്പെടുന്ന വിഷയത്തിൽ മോളെ നീ തന്നെ ശ്രദ്ധിക്കണേ എന്ന് ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടിവരയിട്ടാണ് ഇട്ട് സംസാരിക്കുന്നുവെങ്കിൽ കുടുംബത്തിന്റെ കാര്യത്തിൽ ഇടപെടണം. യാ നിസാ അന്നബി, പ്രവാചകരെ അങ്ങയുടെ ഭാര്യമാരോടങ്ങ് പറയണം, നിങ്ങൾ ബാക്കിയുള്ള പെണ്ണുങ്ങളെ പോലെയല്ല. വഹിയിറങ്ങുന്ന വീട്ടിലെ പെണ്ണുങ്ങളാണ് നിങ്ങൾ, വഹിയിറങ്ങുന്ന വീട്ടിലെ സ്ത്രീകളാണ് നിങ്ങൾ. അല്ലാഹുവിനെ പേടിയുണ്ടോ? സൂക്ഷ്മതാബോധമുണ്ടോ? പടച്ചോനെ പേടിയുണ്ടോ? നിങ്ങൾ വാക്കിൽ ശ്രദ്ധിക്കണം. നിങ്ങൾ മറ്റൊരുത്തനോട് സംസാരിക്കുമ്പോ നല്ല നിലക്ക് ചുളി നിവർത്തിക്കൊണ്ട് സംസാരിക്കണം. കൊഞ്ചിക്കൊഴയല്ലേ, കൊഞ്ചിക്കൊഴഞ്ഞുകൊണ്ട് അന്യ പുരുഷനോട് സംസാരിക്കല്ലേ. ഹൃദയത്തിൽ ലോകമുള്ളവൻ നിങ്ങൾ ആഗ്രഹം ജനിക്കാൻ കാരണമായി തീരും. മാന്യമായി സംസാരിക്കണം. ആലോചിച്ചുവരെ ഭാര്യമാരുടെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന്റെ കാര്യം അത്രയും പ്രധാനമാണ്. ഈ ഖുത്ബ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ കുടുംബങ്ങളോടുള്ള നമ്മുടെ സമീപനം എവിടെ നിൽക്കുന്നു എന്ന് ആലോചിക്കും. കുടുംബബന്ധം മുറിച്ചും സ്വർഗത്ത് പോകില്ല, അത്രയും ഗൗരവമാണ്. മഹാനായ റസൂലുള്ളാഹി പറയാ, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗപ്രവേശനം സാധ്യമല്ല. ആര് പ്രിയപ്പെട്ടവരെ, കുടുംബബന്ധം മുറിച്ചവൻ. കുടുംബങ്ങളുടെ കാര്യത്തിൽ കുറെ വിഷയങ്ങളാണ്. സാമ്പത്തിക പ്രശ്നങ്ങളാണ് പലപ്പോഴും കുടുംബബന്ധങ്ങൾ മുറിയാൻ കാരണം. സാമ്പത്തിക വിഷയങ്ങൾ. ചിലർക്ക് പൈസ ഉണ്ടാവും, ചിലർക്ക് പൈസ ഉണ്ടാവില്ല. അതൊക്കെ പ്രശ്നങ്ങളാണ് അല്ലെ? അനന്തര വിഷയങ്ങളിൽ ശർഇന്റെ അനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി. അനന്തര വിഷയത്തിൽ ഓഹരി വെക്കുമ്പോ വാപ്പി മരിച്ചാൽ ഞാൻ കഴിഞ്ഞ ഏതൊരു ഖുത്ബയിൽ സൂചിപ്പിച്ചിരുന്നു, എത്രയും പെട്ടെന്ന് ഓഹരി വെക്കുക. ഓരോരുത്തർക്കുള്ളതാണ് കൃത്യമായിട്ട് ശർഅ അനുസരിച്ച് കൊടുക്കുക. പിന്നെ ഒരാൾ അന്യന്റെ ഒരു ഫിൽസും നമ്മളെ മുതൽ കലരണ്ട പ്രിയപ്പെട്ടവരെ. ഒരു 5 പൈസ മറ്റൊരുത്തൻ അർഹതപ്പെട്ട് നമ്മളെ കയ്യിൽ വരണ്ട, സ്വർഗം കിട്ടൂല. പറയാ, മനിക്കുത്ത മറ്റൊരുത്തന്റെ ഹക്കൊരുത്തൻ സ്വന്തമാക്കിയാൽ സ്വർഗം കിട്ടൂല. ഇത്ര ഗൗരവമാണ്. നമ്മൾ ഈ ഖുത്ബക്ക് എന്തിനാ വെള്ളിയാഴ്ച വരുന്നത്? നമുക്ക് പരലോക രക്ഷയ്ക്ക് ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചുകൂടാ, എന്തൊക്കെ എന്റെ ജീവിതത്തിൽ വരുത്തണമെന്ന് ഗൗരവത്തോടെ ആലോചിക്കാനാണ്. അതുകൊണ്ട് സാമ്പത്തിക രംഗമാണ് അല്ലേ, സാമ്പത്തിക വിഷയങ്ങളാണ്. പലപ്പോഴും ജ്യേഷ്ഠാനുജ ഒരു ഉമ്മയുടെ വയറ്റിൽ വന്ന മക്കൾ പരസ്പരം കുത്തിക്കീറാനും പരസ്പരം കൊലവിളി നടത്താനും, ജീവിതകാലം മുഴുവനും ഞാൻ മരിച്ചാൽ പോലും അവനെന്റെ മയ്യത്ത് കാണിച്ചു കൊടുക്കരുതേ എന്ന് പറയാൻ മാത്രം പലപ്പോഴും പ്രിയപ്പെട്ടവരെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കുടുംബബന്ധങ്ങളാണ്. കുടുംബബന്ധങ്ങളിൽ വളരെയേറെ വിളക്കി ചേർക്കുന്ന ഒരവസ്ഥ പ്രിയപ്പെട്ടവരെ ഉണ്ടാകണം. ഒരാൾ നമ്മോട് അകന്നു നിന്ന് ഏറ്റവും നല്ലവനാരാ? അങ്ങോട്ട് പോയി ഇടപെടുന്നവനാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ,
പ്രവാചക തിരുമേനി പറയാം, രണ്ടാൾ തെറ്റിയാല് ഓനെന്താ അങ്ങോട്ട് മുണ്ടിയാൽ എന്ന നിലക്കല്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരാണോ ആര്യം സലാം കൊണ്ട് തുടങ്ങിയവൻ അവനെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. ഈ ഖുത്ബ കേട്ട് നമ്മൾ ആലോചിക്കണം, അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളെ അള്ളാഹു ഇഷ്ടപ്പെടൂല. പ്രിയപ്പെട്ടവരെ, ആരിഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യം? നമ്മെ ശ്രദ്ധിച്ച് നമ്മെ പരിപാലിക്കുന്ന പടച്ചറപ്പ് നമ്മെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കുടുംബ ബന്ധം സിംഹാസനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചത്. അർറഹീമു മുഅല്ലഖത്തുൻ ബിൽ അർശി, സിംഹാസനവുമായി ബന്ധപ്പെട്ട് കിടക്കാൻ. എന്നിട്ട് പ്രവാചകൻ തിരുമേനി പറഞ്ഞു, മൻ വസലഹു വസലഹുല്ലാഹ്, ആരാ ബന്ധത്തെ പവിത്രമായി കണ്ടോ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ അല്ലാഹുമായി ബന്ധം സ്ഥാപിച്ചത്. ചില ആളുകളൊക്കെ ഉണ്ട്, എല്ലാ കുടുംബങ്ങളിലൂടെയും പോകും, സമയം കണ്ടെത്തി പോകും, അവസരങ്ങൾ ഉണ്ടാക്കി പോകും. ഓൽക്കൊക്കെ പടച്ചവന് വലിയ അനുഗ്രഹം. അങ്ങോട്ട് എങ്ങനെയാണ്, അങ്ങോട്ട് അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനത്തോന് അള്ള ഒറ്റപ്പെടുന്നവനല്ല. ഇങ്ങോട്ട് ഉഷാറായിട്ടാണോ, നല്ല നിലക്കാണോ, എന്നാൽ അങ്ങോട്ട് നല്ലത്. നമ്മൾ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ പാലല്ലേ വഴിയല്ലേ എന്നൊക്കെ പറയും. ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവനോട് പ്രിയപ്പെട്ടവരെ മാന്യമായി പെരുമാറുന്നവനാണ് കരുണാവാദിയായ റബ്ബിന്റെ തൗഫീക്ക് ലഭിക്കുന്നവൻ. അങ്ങനത്തെ മനുഷ്യൻ അള്ളാന്റെ പ്രത്യേകമായ ഒരു കാവൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി പറഞ്ഞാൽ ലൈസൽ വാസിലു ബിൽ മുകാഫി, ഇങ്ങോട്ട് നല്ല നിലയ്ക്ക് സമീപിക്കുന്നവനോട് നല്ല നിലയിൽ നിൽക്കുന്നവനല്ല നല്ലവൻ, അവനല്ല കുടുംബം എന്ന് ചാർത്തിയവൻ. മറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, വലാകിന്നൽ വാസിലല്ലദീന ഖുതിഅത് റഹിമഹു വസലഹാ, ബന്ധം മുറിച്ചത് ചേർക്കാൻ ശ്രമിക്കുന്നവനാണ് ഏറ്റവും നല്ലത്. ഇതൊക്കെ എന്താന്ന് കാണുന്ന റബ്ബുണ്ടല്ലോ. മറിച്ച് അങ്ങോട്ടെങ്ങനെ അങ്ങനെ ഇങ്ങോട്ടും അതല്ല, മറിച്ച് ബന്ധം ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ഒരു സഹോദരൻ, എന്നാലോ മറ്റവൻ വിളക്കി ചേർക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഈ അടിയനാണ്, ഈ സുഹൃത്തിനാണ് പടച്ചറപ്പിന്റെ തൗഫീഖ് ഉണ്ടാകുക. ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അരികിൽ വന്നൊരു സഹാബി പറഞ്ഞു, നബിയെ ഇന്നലി ഖറാബ, എനിക്ക് കുറച്ച് കുടുംബങ്ങൾ ഓലെ കൊണ്ട് കുടുങ്ങിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയാ, എനിക്ക് ഇന്നലി ഖറാബ, പ്രവാചകരെ എനിക്ക് ചില കുടുംബങ്ങളുണ്ട്, അസിലുഹും, ഞാൻ അവരോട് അടുക്കാൻ ശ്രമിക്കുന്നോറും അവർ യഖ്തഊനി, എന്നോട് അകലാൻ ശ്രമിക്കുന്നു. ഞാൻ അവരോട് ചിരിക്കുമ്പോ അവർ കൊഞ്ഞനം കാട്ടുന്നു. അവരോട് ഞാൻ തന്റെ ഇടപൂർവ്വം ഇടപഴകുമ്പോ അവിവേകത്തോടുകൂടി അവർ എന്നോട് സമീപിക്കുന്നു. നബിയെ വല്ലാതെ വിഷമിച്ചു പോയി, വല്ലാത്ത പ്രതിസന്ധിയിലാണ് ഞാൻ എന്ന് റസൂലുള്ളാഹിന്റെ ഒരു സഹാബി വന്ന് പറഞ്ഞപ്പോ, ഈ ഖുത്ബ കേൾക്കുന്നവരെ, എനിക്കും നിങ്ങൾക്കും ഇങ്ങനത്തെ സമീപനങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാകും. ചിലപ്പോൾ നമ്മളായിരിക്കും ഈ ഭാഗത്തെ പ്രതി, അപ്പുറത്ത് നല്ല ആളുകളായിരിക്കും, നമ്മളായിരിക്കും ജഹീലോടുകൂടി മോശമായി പെരുമാറുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഈ കംപ്ലൈന്റ് വന്ന് പറഞ്ഞ ആളോട് റസൂൽ പറഞ്ഞ എന്താണെന്നാണ്, ലൈൻ കുന്ത കമാ ഖുൽത, എല്ലാവരും ശ്രദ്ധിച്ചോളൂ, പറഞ്ഞത് നീ പറഞ്ഞ കറക്റ്റ് ആണെങ്കിൽ, നീ പറഞ്ഞത് ക്ലിയർ ആണെങ്കിൽ, നീ സത്യമായിട്ടാണോ ഈ വിഷയം പറഞ്ഞെങ്കിൽ, നീ അങ്ങോട്ട് ചിരിക്കുമ്പോ കൊഞ്ഞനം കാട്ടുന്നു, നീ നല്ല നിലയിൽ നിൽക്കുമ്പോ നിന്നെ വിഷമിപ്പിക്കുന്നു, പ്രയാസപ്പെടുത്തുന്നു, കുത്തുവാക്കുകൾ പറയുന്നു, വഷളാക്കുന്നു, നാലാളുകൾക്കിടയിൽ മോശം പറയുന്നു, അങ്ങനെയാണ് നിന്റെ കുടുംബങ്ങൾ. നീയോ ഒന്നും പറയുന്നില്ല, അനാവശ്യം പറയുമ്പോ തിരിച്ചു പറയുന്നില്ല, നിന്നെ കൊഞ്ഞനം കാട്ടുമ്പോ തിരിച്ചു കൊഞ്ഞനം കാട്ടുന്നില്ല, ഈ ക്ലിയർ ആണ്. അല്ലാഹുവിന്റെ റസൂൽ പറയും, ഈ പറഞ്ഞത് കറക്റ്റ് ആണെങ്കിൽ ആ സുഹൃത്ത് ശരിക്ക് വെണ്ണീർ തിന്നാണ്, ഒരു തുള്ളി വെള്ളോടി കുടിക്കാതെ. അപ്പൊ എന്താന്നോ, ഓന്റെ കാര്യം അപകടമാണെന്നാണ് ഹദീസിന്റെ വിശദീകരണത്തിൽ. കാരണം ഓനെ അത്ര വെറുക്കപ്പെട്ട വ്യക്തിയായി മാറും. എന്നിട്ട് റസൂൽ പറയാണ്, ഈ നിലക്കാണ് ജീവിച്ചു മുന്നോട്ട് പോകുന്നെങ്കിൽ ലാ യസാലു മഅക മിനല്ലാഹി ദഹീറാ, റഹ്മാനായ റബ്ബിന്റെ അരികിൽ നിന്ന് ഒരു സഹായി നിന്റെ കൂടെ ഉണ്ടാകും. കുടുംബങ്ങളില്ലല്ലോ എന്നുള്ള പേടിയല്ലേ എനിക്കുള്ളത്, പോലെ നമ്മളെ സഹായിക്കുന്നില്ലോ എന്നുള്ള വിഷമല്ലേ ഉള്ളത്. അവരോട് നല്ല നിലയിൽ നിന്നാൽ മോശമായി പെരുമാറുന്നു എന്നതല്ലേ നിന്റെ പ്രശ്നം. അള്ളാഹുവിൽ നിന്നൊരു പ്രത്യേക കാവല് നീ നടക്കുന്നിടത്തോളം ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കണം. ആലോചിച്ചു നോക്കൂ, ഇത്രമാത്രം മഹനീയമായ വാക്കുകളാണ് പ്രവാചകൻ. ജീവിതത്തിന്റെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സകല തുറകളിലും ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദാനധർമ്മം കൊടുക്കുമ്പോഴും കുടുംബത്തിന്റെ കാര്യം ശ്രദ്ധിക്കുന്ന ഇസ്ലാം പഠിപ്പിക്കണം. കുടുംബത്തിന് നൽകുമ്പോൾ 2 കൂലിണ്ട് എന്നാണ്. ചില ആളുകളൊക്കെ സക്കാത്തിന്റെ വിഷയം പറയുമ്പോ, എന്തേ സക്കാത്തിന്റെ വീതം സെല്ലിൽ ഏൽപ്പിക്കാത്ത ചോദിക്കുമ്പോ, അത് കുടുംബങ്ങൾക്ക് നൽകി, കുടുംബങ്ങൾക്ക് കൊടുത്തോളി നല്ല തന്നെയാണ്. ഇന്നാ റമളാൻ മാസത്തിൽ മാത്രമല്ല കുടുംബത്തിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. 12 മാസം, ഒരു കൊല്ലത്തിൽ 12 മാസം അല്ലെങ്കിൽ 12 മാസം കുടുംബത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം. പല ആളുകളും പറയാറുണ്ടാ, ഞാൻ കുടുംബത്തിന് കൊടുത്തോളി, കുഴപ്പമില്ല. പക്ഷേ ആ കുടുംബത്തിന് മാത്രം അർഹതപ്പെട്ടല്ല താങ്കളുടെ സക്കാത്ത്, വേറെയും കുറെ ആളുകൾക്ക് താങ്കളുടെ സക്കാത്ത് അർഹതപ്പെട്ടതാണ്. ഒരു പ്രിയപ്പെട്ടവരെ 10 ലക്ഷം 25,000 റുപ്യ സക്കാത്ത് അവന് കൊടുക്കേണ്ടതുണ്ട്. അത് കുടുംബത്തിന്, അത് എല്ലാവർക്കും എന്റെ സക്കാത്ത് അർഹതപ്പെട്ടതാണ്. എന്നാൽ ഈ സഹോദരൻ റമളാൻ മാസം മാത്രമല്ല, ആരൊക്കെ എന്റെ കുടുംബത്തിൽ വിഷമം, പ്രയാസം, പട്ടിണിയും ബുദ്ധിമുട്ടും കഴിയുന്നത് ആലോചിക്കേണ്ടത്.
അവനും അവന്റെ കുട്ടികളുടെ ഫുഡ് കഴിക്കുന്നുവെങ്കിൽ, കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരു കൊല്ലത്തിലെ എല്ലാ ദിവസങ്ങളിലും അങ്ങോട്ടൊരു ശ്രദ്ധയുണ്ടാകണം. റമളാൻ മാസത്തിൽ മാത്രമല്ല, എല്ലാ സമയത്തും തന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ അവന് ശ്രദ്ധയുണ്ടാകണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അവൻ ശ്രദ്ധിക്കുന്നുവെങ്കിൽ പ്രവാചകൻ തിരുമേനി പറയുന്നത് എന്താണെന്നോ, അവന് റഹ്മാനായ റബ്ബിന്റെ തൗഫീഖ് ഉണ്ടാകും. ആ കുടുംബബന്ധം ചാർത്തി എന്ന പ്രതിഫലത്തിലുപരി അള്ളാഹുവിന്റെ വലിയ ദറജ, അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന്. സദക്ക കൊടുത്ത അവന് സഹായം കൊടുക്കുമ്പോൾ 2 പ്രതിഫലം കൊടുത്ത പ്രതിഫലം, 2 കാര്യം ചെയ്ത പ്രതിഫലം റഹ്മാനായ റബ്ബ് നൽകുമെന്ന്. ചില ആളുകൾക്ക് എന്താണ്, പേരിനും പ്രശസ്തിക്കും വേണ്ടി വേറുള്ളവർക്കൊക്കെ എല്ലാ ഹെൽപ്പും ചെയ്യും. സ്വന്തം കാലിനടിയിലുള്ളവരെ ശ്രദ്ധിക്കാത്തവരുണ്ടോ? ആ ഹദീസ് പ്രവാചകൻ തിരുമേനി പഠിപ്പിക്കുന്നു, ലാ യൻദുറുല്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ. അങ്ങനത്തവനെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കയ്യടി കിട്ടാൻ, നല്ല വാക്ക് കിട്ടാൻ, ധർമ്മിഷ്ഠനാണെന്ന് വരുത്തി തീർക്കാൻ ലോകർക്കെല്ലാവർക്കും കയ്യടിഞ്ഞു നൽകുകയും സ്വന്തങ്ങളിൽ, കുടുംബങ്ങളിൽ, ഉടപ്പുറപ്പിങ്ങൾ, രക്തബന്ധങ്ങളിൽ കണ്ണീരിലും പ്രയാസത്തിലും ഞെരുക്കത്തിലും കഴിയുന്നവരെ ശ്രദ്ധിക്കാതെയാണ് ഒരാൾ മുന്നോട്ട് പോകുന്നെങ്കിൽ അള്ളാഹുവിനെ തിരിഞ്ഞു നോക്കില്ല. പരലോകത്തോനെ അള്ളാഹ്ക്ക് വേണ്ടേ വേണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഒരു വിശാലമായ വിഷയം നമ്മൾ നമ്മുടെ കുടുംബങ്ങളുടെ കാര്യത്തിൽ മനസ്സുവെക്കണം. രക്തബന്ധത്തിന് അത്രയും മഹത്വം കൽപ്പിച്ചൊരു മതമാണ് ഇസ്ലാം. അപ്പോ എല്ലാ കടമകളും കടപ്പാടുകളും നമ്മൾ നിർവഹിക്കണം. ഈ ഖുതുബ കേട്ട് നമ്മൾ പഠിച്ചവന്റെ ഈ വിഷയത്തിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ ഉണ്ടെങ്കിൽ തിരുത്തണം. അവനാണ് വിശ്വാസം, അവനെയാണ് അല്ലാഹു ഇഷ്ടപ്പെടും, അല്ലേ? ഇന്നലകളിൽ അല്ലാഹുവിന്റെ തെറ്റുകൾ പുറത്തുകൊണ്ടാ ഇന്നു മുതൽ നന്മ നിറഞ്ഞൊരു ജീവിതം നയിക്കാൻ ഞങ്ങൾ നീ തുണക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് വിശ്വാസം. വിശ്വാസികളെ, ഞാൻ ഓതി കേൾപ്പിച്ച സൂറത്ത് നിസാഇന്റെ തുടക്കം, യാ അയ്യുഹന്നാസേ, മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കും, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. എന്നിട്ട് പറഞ്ഞു, മനുഷ്യനെ സൃഷ്ടിച്ചു, ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. എന്നിട്ട് ആ ബന്ധത്തിന്റെ പവിത്രത ഇങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹു പറയാം, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം, അതുപോലെ തന്നെ അർഹാമിന്റെ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നല്ലാഹ ആയത്ത് അവസാനിപ്പിക്കണം. നോക്കുകയാണ്, അല്ലാഹ് എല്ലാം മുറാഖബത്ത് ചെയ്യാം. നമ്മൾ ഈ ഖുതുബ കേൾക്കുന്നതും നമ്മുടെ ജീവിതത്തിന്റെ ഈ ഖുതുബ കേട്ട് ആ വിഷയത്തിൽ എന്തെങ്കിലും അപാകതകൾ തിരുത്താൻ ശ്രദ്ധിക്കുന്നതും എല്ലാം അല്ലാഹു കാണും. റഖീമാണവൻ, എല്ലാം അവൻ നിരീക്ഷിക്കുന്നവനാണ്. ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധയില്ലാതെ മുന്നോട്ട് പോയാൽ അതിന്റെ പ്രയാസം പ്രിയപ്പെട്ടവരെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മത പുലർത്തുക.